ഇന്നലെ നടന്ന ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് തുടങ്ങി. ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് SIT സംഘം നേത്രാവതി പുഴയോരത്തെത്തി. സ്നാനഘട്ടയിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിയുന്നു എന്ന് പറയാറായോ? ഏത് രീതിയിലാണ് തെളിവെടുപ്പും പരിശോധനയും നടക്കുന്നത്? SIT സംഘം ഇപ്പോൾ നേത്രാവതി പുഴയോരത്തെത്തിയിരിക്കുന്നു. ശുചീകരണ തൊഴിലാളി നിർണായക വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. അതനുസരിച്ച് ഇപ്പോൾ അവിടെ പരിശോധനയും തെളിവെടുപ്പും നടക്കുകയാണ്. രഹസ്യങ്ങളുടെ ഒരു ചുരുളഴിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 100ഓളം ആളുകളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി നൽകിയെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ KV ബൈജു അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നു. ബൈജു, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. അവിടെ സ്നാനഘട്ടയിലാണ് തെളിവെടുപ്പ് നടക്കുന്നതെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏത് രീതിയിലാണ് പരിശോധന? നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടിയിൽ ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചത്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ആ പരിസരത്തെ വനപ്രദേശത്തേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. ആ സ്നാനഘട്ടയിലുള്ള മുഴുവൻ തീർത്ഥാടകരെയും മാറ്റിയിരിക്കുന്നു. ഈ സ്ഥലത്തു നിന്നും പോലീസിന്റെ വലയത്തിലാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ട എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലം. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. SITയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. ധർമ്മസ്ഥലയിൽ ന്യൂസ് 18 കൊണ്ടുവന്ന ആ വാർത്ത ഈ ഒരുപാട് ആളുകളുടെ ഒരുപാട് രഹസ്യങ്ങൾ ഒരുക്കുന്ന മണ്ണിലേക്ക് ന്യൂസ് 18 സംഘം എടുത്ത് നടത്തിയ പല വിവരങ്ങളും അതെല്ലാം ഇപ്പോൾ ശുചീകരണ തൊഴിലാളി എത്തിച്ച് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വലിയ സംഘം പോലീസുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു SITയുടെ ഭാഗത്തുനിന്നും ഈ പരിശോധന നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ആരംഭിച്ചത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ കൃത്യമായി മനസ്സിലാകാത്ത രീതിയിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അതായത് നേരത്തെ കോടതിയിൽ എങ്ങനെയായിരുന്നോ ഇദ്ദേഹത്തെ എത്തിച്ചത് അതേ രീതിയിലാണ് ഇപ്പോഴും എത്തിച്ചത്. ഏതായാലും ധർമ്മസ്ഥല ആ ടൗണിന് തൊട്ട് സമീപം നേത്രാവതി പുഴയുടെ സ്നാനഘട്ടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെളിവെടുപ്പ് നടക്കുന്നത്. വനപ്രദേശത്തേക്ക് ഇപ്പോൾ സംഘം കടന്നിരിക്കുന്നു. വനപ്രദേശത്ത് എവിടെയൊക്കെ ഇത്തരത്തിൽ അവശിഷ്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ SIT സംഘം നീങ്ങുന്നത്. എന്തായാലും ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തുകൊണ്ടുവന്ന ആ വാർത്ത അതിനിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ഈ ഭൂമിയുടെ അടിയിൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ കുഴിച്ചുകൂടിയ രഹസ്യങ്ങൾ തേടി SIT എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പോലീസിന്റെ വലിയ തോതിലുള്ള പോലീസിന്റെ സന്നാഹമുണ്ട്. SITയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. 15 മണിക്കൂറാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത്. ആ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഇത്തരത്തിൽ പരിശോധനയുമായി അന്വേഷണ സംഘം എത്തുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 100ഓളം മൃതദേഹങ്ങൾ, അതും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി അത് പൂർണ്ണമായും ഈ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തു എന്ന് വേണം കരുതാൻ. ഏതായാലും ഇനി അടുത്ത നടപടിയും വളരെ പ്രധാനമാണ്. എന്ത് നടപടിയിലേക്കാണ് ഇനി അടുത്ത് കടക്കുക? ഈ സ്ഥലം ഇന്ന് തന്നെ പരിശോധന നടക്കുമോ? അതല്ല നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് മാർക്ക് ചെയ്ത് വരും ദിവസങ്ങളിലായിരിക്കുമോ പരിശോധന നടക്കുക? അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ധർമ്മസ്ഥല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായി ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ തൊഴിലാളി, ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ സ്നാനഘട്ട. അവിടെ ഉണ്ടാകുന്ന അവിടെ മാലിന്യങ്ങൾ ശേഖരിക്കുക, അത് വൃത്തിയാക്കി സൂക്ഷിക്കുക, ഇതായിരുന്നു ഇയാളുടെ ജോലി. ഒരുപാട് മൃതദേഹങ്ങൾ
ഈ തീരത്ത് ഇത്തരത്തിൽ എത്തിയെന്നാണ് ഇയാൾ നേരത്തെ മൊഴി നൽകിയിരുന്നത്. അതേ മൊഴി SIT മുമ്പിൽ ഇയാൾ നൽകിയിരുന്നു. പിന്നീടാണ് ഇയാളെ ഇത്തരത്തിൽ സൂപ്പർവൈസർമാർ മൃതദേഹങ്ങൾ ബലാത്സംഗം ചെയ്ത രീതിയിൽ കൊല ചെയ്യപ്പെട്ട രീതിയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിലുള്ള മൃതദേഹങ്ങൾ ഇയാളെ ഏൽപ്പിക്കുകയും ശരി ബൈജു, എന്തായാലും ധർമ്മസ്ഥലയിൽ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വിലക്ക്